കരിയർ ഗീക്കിന്റെ മൈക്രോസോഫ്റ്റ് എക്സൽ ബേസിക് സീരീസിലെ 5ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു ഡേറ്റ വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കുറച്ച് വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ കുറച്ച് ഡേറ്റകളാണ് ഇവിടെ. നോക്കുക, എ തൊട്ട് കെ വരെയുള്ള കോളങ്ങളിൽ ഡേറ്റ ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ടും കുറെ ഡേറ്റ എഴുതിയിട്ടുണ്ട്. 67 റോസ് വരെയുണ്ട്. താഴോട്ട് ഡാറ്റ കൂടുതൽ എഴുതാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഏതെങ്കിലും ഡേറ്റയ്ക്ക് വേണ്ടി ലുക്ക് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് റോ ഉണ്ടല്ലോ, നരേഷൻ മാർച്ച് 14, 15 ഓരോ വർഷങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മാർച്ച് 23 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ഡേറ്റകളാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ ടോപ്പിലെ ഹെഡിങ് നമുക്ക് അവിടെ എപ്പോഴും തെളിഞ്ഞു കാണണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഫ്രീസ് പെയിൻ എന്ന് പറയുന്നൊരു ടൂൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ ഈ വ്യൂ ടാബിൽ പറ്റിയാണ്. വ്യൂ ടാബിൽ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിന്റെ ഇവിടെ ഫ്രീസ് പെയിൻസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനകത്ത് 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഫ്രീസ് പെയിൻസ് ഉണ്ട്, ഫ്രീസ് ടോപ്പ് റോ ഉണ്ട്, ഫ്രീസ് ഫസ്റ്റ് കോളം ഉണ്ട്. നമുക്ക് ഫ്രീസ് ടോപ്പ് റോ നോക്കാം. അതായത് ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാണ്. ക്ലിക്ക് ചെയ്താൽ മതി, എനേബിൾ ആയിക്കോളും. ടോപ്പ് റോ, ഫസ്റ്റ് റോ ഏതാണ്? ഇതാണ് ഫസ്റ്റ് റോ. ആ ഫസ്റ്റ് റോ അവിടെ ഫ്രീസ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ഫ്രീസ് ടോപ്പ് റോ എന്ന ഒരു റിബൺ കൊണ്ട് ഉദ്ദേശിക്കുന്നു. നമ്മൾ താഴോട്ട് ഡേറ്റ നോക്കിയാണ്, കണ്ടോ, ആ ടോപ്പിലെ റോയെ അവിടെ ഫ്രീസ് ആയി നിൽപ്പുണ്ട്. നമുക്ക് ഡേറ്റ താഴോട്ട് എഴുതാനാണെങ്കിലും ലുക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഏത് ഫിനാൻഷ്യൽ ഇയറിലെയാണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ ഒരു ഡേറ്റ എന്തെങ്കിലും എഴുതാനുണ്ട് നോക്കുമ്പോൾ നമുക്കവിടെ ഏത് ഫിനാൻഷ്യൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നമുക്ക് ഡേറ്റ എഴുതേണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. നമുക്ക് ഈ ഒരു ടോപ്പ് റോ ഫ്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗം വരുന്നത് നമ്മൾ താഴോട്ട് ഡേറ്റ എഴുതുമ്പോഴാണ്. അതായത് കോളം വൈസിൽ താഴോട്ട് ഓരോ റോയിലോട്ടും പുതിയ റോയിലോട്ട് ഡേറ്റ എഴുതാനായിട്ടാണ് നമ്മൾ ഈ ടോപ്പ് റോ ഫ്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപയോഗം വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഫസ്റ്റ് കോളം നമുക്ക് ഫ്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിലോട്ട് ഓരോ കോളം വൈസ് നമുക്ക് പുതിയൊരു ഡേറ്റ എഴുതാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് കോളം നമുക്ക് ഫ്രീസ് ചെയ്ത് നിൽക്കണം, ഈ ഒരു പോർഷൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫ്രീസ് പെയിനിൽ തന്നെ ഫ്രീസ് ഫസ്റ്റ് കോളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഡേറ്റ പോവുകയാണ്, കണ്ടോ, ആ എ എന്ന് പറയുന്ന കോളം, ഈ കോളത്തിലെ ഡേറ്റ, ഫസ്റ്റ് കോളത്തിലെ ഡേറ്റ ഫുള്ളായിട്ട് അവിടെ ഫ്രീസ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഹെഡിലാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഫ്രീസ് ചെയ്യുകയാണ്, നമുക്ക് ആ ഫ്രീസിങ് മാറ്റാനായിട്ട് വേറൊരു ഓപ്ഷൻ, ഇത് ഫ്രീസ് പെയിൻസ് ഉണ്ട്. കീപ് റോസ് ആൻഡ് കോളംസ് വിസിബിൾ വൈൽ ദ റെസ്റ്റ് ഓഫ് ദ വർക്ക് ഷീറ്റ് സ്ക്രോൾസ് ബേസ്ഡ് ഓൺ കറണ്ട് സെലക്ഷൻ. അതായത് നമുക്കിപ്പം ഒരു കോളവും ഒരു റോയും നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഏതൊക്കെ കോളങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ റോകൾ നമുക്ക് ഫ്രീസ് ചെയ്ത് നിർത്താം. ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മാത്രമേ നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഈ ആദ്യത്തെ ഒരു 3 റോ ഫ്രീസ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്, ബ്ലൂ കളർ തന്നെ കൊടുക്കാം. ഓക്കെ, ഈ ഒരു 3 റോയെ ഫ്രീസ് ചെയ്ത് നിൽക്കണം. അതേപോലെ തന്നെ എയും ബിയും സി എന്ന് പറയുന്ന കോളവും എനിക്കിവിടെ ഫ്രീസ് ആയി നിൽക്കണം. ഇത്രയും കോളങ്ങളും എനിക്ക് ഫ്രീസ് ആയിട്ട് നിൽക്കണം. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ തേർഡ് റോയും ഈ സി എന്ന് പറയുന്ന കോളവും. അപ്പം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഈ 3 കോളം കഴിഞ്ഞിട്ടും ഈ 3 റോ കഴിഞ്ഞിട്ടുമുള്ള നെക്സ്റ്റ് ഫസ്റ്റ് സെല്ല്, ഈ ഒരു സെല്ല് ഞാനിവിടെ സെലക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ വ്യൂ ടാബിൽ വന്നിട്ട് ഫ്രീസ് പെയിൻസിൽ ആദ്യത്തെ ഫ്രീസ് പെയിൻസ് കൊടുക്കുകയാണ്. ഞാൻ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് താഴോട്ടും ഒരു ലൈൻ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഫ്രീസ് പെയിൻ അടിച്ചത്. അപ്പോൾ ഇതിന്റെ പൊക്കത്തിലോട്ട് ഈ ഒരു സെല്ലിന്റെ ടോപ്പിലോട്ട് ഒരു ലൈൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ കോളത്തിന്റെ ഇല്ലേ കൂടെ ഒരു ലൈനും പോയിട്ടുണ്ട്. നമുക്ക് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. താഴോട്ട് നിൽക്കുകയാണ്, നോക്കിയേ, ആദ്യത്തെ ഫസ്റ്റ് 3 റോസ് ഇവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ബാക്കി സെല്ലുകൾ കയറി പോകുന്നുണ്ട്, ബാക്കി റോസ് കയറി പോകുന്നുണ്ട്. നോക്കിയേ, ഫസ്റ്റ് 3 റോസ് അവിടെ ഫ്രീസ് ആയി നിന്നു. ഇനി ഞാൻ റൈറ്റ് സൈഡിലോട്ട് കോളം വൈസ് മൂവ് ചെയ്യുകയാണ്. നമ്മൾ എ ബി സി എന്നുള്ള കോളങ്ങളാണ് നമുക്ക് അവിടെ ഫ്രീസ് ആയി നിൽക്കുന്നത്. നോക്കിയേ, ആദ്യത്തെ ഫസ്റ്റ് കോളംസ് അവിടെ ഫ്രീസ് ആയി നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ആ വ്യൂ ടാബിൽ വന്നിട്ട് അൺഫ്രീസ് ചെയ്യാണ്. ഇനി താഴോട്ട് നോക്കിയേ, എല്ലാ ഫ്രീസിങ്ങും പോയി. ഇങ്ങോട്ട് പോയാലും കോളം ഫ്രീസിങ്ങും പോയി. എനിക്ക് ഈ ഒരു ഡേറ്റ ഈ ഒരു സെല്ലിൽ വന്നിട്ട്, അതായത് ഈ 6 എന്ന് പറയുന്ന സെല്ലാണ്, ഈ 6 വന്നിട്ട് ജസ്റ്റ് ഫ്രീസ് പെയിൻസ് കൊടുക്കുകയാണ്.
എന്താ സംഭവിക്കാതെ ഇവിടെ ഒരു ലൈൻ രൂപപ്പെട്ടിട്ടുണ്ട്. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് ഓരോ ലൈൻ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ പൊക്കത്തിലത്തെ ലൈൻസ്, അതായത് ഈ ആദ്യത്തെ 5 റോസ് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്ത് നിൽക്കും. അതേപോലെ തന്നെ ഈ ABCD എന്ന് പറയുന്ന ഈ 4 കോളംസും ഫ്രീസ് ആയി നിൽക്കും. ബാക്കിയുള്ളതിലത്തെ ഡേറ്റ മൂവ് ചെയ്യും. നോക്കണം, ദേ താഴോട്ട് പോകുമ്പോൾ നമുക്ക് പൊക്കത്തിലത്തെ റോസ് ആണ് ഫ്രീസ് ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് കോളം വൈസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 4 കോളങ്ങൾ അവിടെ ഫ്രീസ് ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഫ്രീസ് പെയിൻ ഉപയോഗിക്കേണ്ടത്. പലർക്കും ഈ ആദ്യത്തെ ഒരു ഫ്രീസ് പെയിൻസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ എന്തിനാണ് ഈ ഫ്രീസ് പെയിൻ ഒരു റിബൺ ക്ലിക്ക് ചെയ്യുന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.